പറഞ്ഞല്ലേ കേക്കത്തുള്ളു. ഉറക്കെ പറ. അപ്പൊ നമ്മള് എന്തോ ഒന്നുകൂടെ വിളിച്ചാണ്. അയ്യോ ഒന്നുകൂടെ വിളിച്ചാണ്. ആ ഇങ്ങനത്തെ വിളികൾ കേൾക്കണമെങ്കിൽ അനിയത്തി ഇങ്ങനത്തെ എന്താണ് അപർണദാസും ഹസ്ബൻഡും ദീപക് ബേക്കിൽ നിൽക്കുന്നു. ബേക്കിൽ ഇരിക്കാൻ അല്ല, എന്നിട്ടും അവിടെ ബില്ലടി കഴിഞ്ഞില്ല. അവിടെ രണ്ടെണ്ണം ഭയങ്കര കാര്യം പറ്റില്ല. എന്നും കാണുന്നവളുമാരാ ഭയങ്കര കാര്യം പറിച്ചില്ല. ഞാഞ്ഞു പോന്നു. ഇവിടെ ആകുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. കുറേ ചെറുക്കന്മാർ പോകണുണ്ട് കേട്ടോ. നല്ല കുറേ ചെറുക്കന്മാർ പോകണുണ്ട്. ആ ഞാൻ വരുന്നില്ല. അവിടെ ഇല്ല, ഞാൻ വരില്ല. പറഞ്ഞല്ലേ കേക്കത്തുള്ളു. ഉറക്കെ പറ. അപ്പൊ നമ്മള് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഓടുന്ന്. ഞങ്ങളിപ്പോൾ ലുലു മാളിലാണുള്ളത്. ചെറിയൊരു ഔട്ടിംഗ് വ്ലോഗ് എടുക്കാൻ. കൊച്ചിന് സാധനം മേടിക്കാം. ഞാൻ പറയുമല്ലോ, കൊച്ചിന് സാധനം മേടിക്കാം. കൊച്ചിന് സാധനങ്ങൾ തോന്നിയൊന്നും മേടിക്കാൻ, ഇച്ചിരി സാധനങ്ങൾ എവിടെ മേടിക്കാം. കൊച്ചി കാവ്യ മോന് എന്തൊക്കെ മേടിച്ചിട്ടാന്ന് പറഞ്ഞ് ഈ ഇട്ട ഷർട്ട് എൻ്റെത്, ഇത് എൻ്റെത്. എൻ്റെ അനിയത്തി ഇട്ടേക്കുന്ന ഫുള്ള് എൻ്റെയാണ്. എൻ്റെ അനിയത്തി ഇട്ടേക്കുന്ന ഫുള്ള് ഔട്ട്ഫിറ്റ് എൻ്റെയാണ്. മാലേൻ്റെത്. ചായ കുടിക്കണോന്ന് നീത്തി എന്നെ ഇസ്കാൻ വന്നിരിക്കുകയാണ് എൻ്റെ അനിയത്തി കാവ്യയും കൂടെ. എങ്ങനെയല്ല? അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ലേ. അയ്യോ എൻ്റെ അമ്മച്ചി, ഇവള് ഇവളമാര് നോളച്ചകള്. ഒരിക്കലും അല്ല. അവൾ ഇട്ടിരിക്കുന്ന, ഞാൻ ഇട്ടിരിക്കുന്ന പറഞ്ഞ എനിക്കൊരു കുഴപ്പമില്ല. ഇതെന്റെ അനിയത്തിയുടേത്, ഈ പാൻറ് എൻ്റെ അനിയത്തിയുടെ, അകത്തിട്ടേക്കുന്നത് എൻ്റെത്, ഇട്ടേക്കുന്ന ഷൂസ് എൻ്റെത്, ബാഗും എൻ്റെത്. ഇത്രയേ ഉള്ളു അവളത്, വേറെ ഒന്നും ഇല്ല. അവൾ അടിയിട്ടത്. ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്തേക്കാണ് എനിക്ക് ചായ വേണം. എനിക്ക് ചായ വേണ്ടേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് സാധനങ്ങൾ മേടിച്ചിട്ട് വായി നോക്കിയിട്ട് എന്തോ ഒന്നുകൂടെ വിളിച്ചാണ്. അയ്യോ ഒന്നുകൂടെ വിളിച്ചാണ്. ആ ഇങ്ങനത്തെ വിളികൾ കേൾക്കണമെങ്കിൽ അനിയത്തി ഇങ്ങനത്തെ വിളികൾ എന്തുകൊണ്ടാണ് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിയത്തിക്ക് എന്തെങ്കിലും കാര്യസാധ്യം നടക്കണമെങ്കിലാണ് എൻ്റെ അനിയത്തി ചിപ്പേച്ചി എന്ന് വിളിക്കുന്നത്. ചിപ്പേച്ചി. അപ്പൊ ചിപ്പിയല്ല, ചിപ്പേച്ചി. അതാണ് എൻ്റെ അനിയത്തിയുടെ ടോൺ. കുക്കറില്ലെങ്കിൽ വേവിക്കണ്ട. കുക്കറില്ലെങ്കിൽ ഇവിടെ കുക്കർ കണ്ടപ്പോൾ കുക്കർ വേണം. കുക്കറില്ലെങ്കിൽ വേവിക്കണ്ട. എന്നെ മുടിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ വരണ്ടായിരുന്നു എറണാകുളത്ത്. ഞാൻ അറിയാതെ വഴിതെറ്റി വന്നുപോയി. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കാണ്. നല്ല തിരക്ക്, സൂപ്പർ തിരക്കുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് ഉടുപ്പിട്ട് ഒരു പെണ്ണ് നടന്ന് പോകുന്നു. ആരാന്നറിയോ? സിനിമാ നടി അപർണയാ. ഇതെടുക്കും. അയ്യോ ഇതല്ലത്, ഇത് വേറെ. ഇതെന്റെ അരിയത്തി. ഇപ്പം ഫാസ്റ്റ് ചെയ്ത് പോയത് ആരെന്നറിയോ? സിനിമാ നടി അപർണദാസും ഹസ്ബൻഡും ദീപക് ബേക്കിൽ നിൽക്കുന്നു. ബേക്കിൽ
ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനിയത്തിനെയും അനിയത്തിയുടെ കൂട്ടുകാരിയും കിട്ടരുത്. എങ്ങനെ മുതലാക്കാമോ അങ്ങനെയൊക്കെ മുതലാക്കുകയാണ് എന്നെ. ഇനിയിപ്പോ തേങ്ങ ഉള്ളി, ഞാനേ ക്രെഡിറ്റ് കാർഡ് കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നെ എലനക്കി പട്ടിയുടെ ചെറുനക്കാൻ നടക്കുന്ന അതാണ് ഈ രണ്ടെണ്ണം. ഞാനാണ് ആ എലനക്കി. എന്റെ ചെറുനക്കാനാണ് ഇവളുമാര് നടക്കുന്നത്. എന്തൊരു കഷ്ടമെന്നാ പറയട്ടെ. ശില്പേ മക്കളെ, ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വരുമ്പോ മോള് കുറച്ച് തന്നായി ചേച്ചിക്ക് കേട്ടോ. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, പറഞ്ഞ കേട്ടത്തോന്നും നമ്മൾ ഇവരെ മുക്കാണ്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, അങ്ങനെയല്ല. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസമാണ്, വെറും കൈയോടെ വന്നവളാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് സ്വന്തം അനിയത്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം. കയറി വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ആപ്പിള് മുന്നിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കില്ല. ഇവിടെ ഒന്നും കൈ വീശി വന്നോണ്ട് എനിക്ക് അതിനു വേണ്ടി പണിയായിരുന്നു. ഒരു മനുഷ്യ ഞങ്ങളെ വീട്ടിൽ കയറി വന്നിട്ടില്ല. ഞാൻ വെറും കൈയോടെ ഒന്നുമില്ല വന്നത്. എന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. എന്റെ 2 ബാഗ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ വെറും കൈയോടെ വരുന്നത്. അതിന്റെ തുണി ഉണ്ടായിരുന്നു. എന്റെ പൊന്നി, ഇനി ഇവിടുന്ന് ഞാൻ എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ഹൈപ്പർ മാർക്കറ്റിലുള്ളവന്മാരെ കൊണ്ട് വന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ പിന്നെ മാത്രമല്ല കഴിച്ചു, ഞങ്ങള് വീട്ടിലൊരു സാധനം ഇല്ലാത്തപ്പോഴാണ് ദൈവദൂത പോലെ ചിപ്പി വന്നത്. അപ്പൊ ചിപ്പിക്ക് നാളെ ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ രാത്രി ഇനിയിപ്പോ അവർക്ക് മേലെ പോകണമെന്ന് ബാർബിക്യൂ ബർത്ത്ഡേ കുക്കൂലൊക്കെ കയറി പോകണമെന്ന് പിന്നെ ഞാൻ കൊണ്ട് കേട്ടവളാ. ഫുഡ് മുഖ്യം ഞാൻ പെട്ടെന്ന് ശാസ്ത്രിയാണ്. ഫുഡ് കഴിച്ചിട്ട് ഡ്രസ് എടുക്കാൻ പോണം. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് ഇത്രയൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചത്. ചിപ്പി നമുക്ക് എന്തൊക്കെ മേടിച്ചു? പാസ്ത മേടിച്ചു തന്നു, പിന്നെ ബിരിയാണി മേടിച്ചു തന്നു. ചിപ്പി അതെ. ഞാൻ പിന്നെ നമുക്ക് തിന്നാനായിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചു. നല്ല ഇനി ഈ കാലത്തൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഒന്ന് അതിരി ക്യൂ ആണ്, അത്രയ്ക്ക് ക്യൂ ആണ്. ഇനി എപ്പം ബില്ലടിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകുമെന്ന് വെച്ചാൽ അറിയത്തില്ല. ബാക്കി പിന്നെ സമയം ഇപ്പോൾ 10 ആയിരുന്നു. 9 മണിയായിട്ട് നിൽക്കുക. ഇതുവരെയായിട്ടും എത്തി. ഇനി അടുത്ത ഞങ്ങളാണ് ബില്ലടിക്കാൻ പോവുക. നിർത്തി വെക്കുന്ന കണ്ടോ. ഞാൻ ഇവിടെയല്ല നോക്കി, അവൾ എന്നോട് വന്നതല്ല. എന്നെങ്കിൽ ഇറങ്ങി പൊടി. കണ്ടോ നിരങ്ങി പോണം. സമയം 10:24 എന്നിട്ടും എനിക്ക് എന്നിട്ടും അവിടെ ബില്ലടി കഴിഞ്ഞില്ല. അവിടെ 2 എണ്ണം ഭയങ്കര കാര്യം പറ്റില്ല. എന്നും കാണുന്നവളുമാരാ ഭയങ്കര കാര്യം പറ്റില്ല. ഞാഞ്ഞു പോന്നു. ഇവിടെ ആകുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. കുറേ ചെറുക്കന്മാർ പോകണുണ്ട് കേട്ടോ. നല്ല കുറേ ചെറുക്കന്മാർ പോകണുണ്ട്, പെൺപിള്ളേർ പോകണുണ്ട്. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെയും ഇരിക്കാം. ഇപ്പം മാറ്റി അവിടെ ഒടുക്കത്തിലാണ് നല്ലൊരു ചേട്ടൻ പോകണം. നല്ല കളക്ഷനുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. അവിടെ നിന്നുകൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നത്. പക്ഷേ ഭയങ്കര കാര്യം ഇവിടെ ഇതിനു വേണ്ടി എന്തോ കാര്യം പറയാൻ നടക്കുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം ചേച്ചി വന്നിട്ട് അവർക്ക് എൻ്റെ അടുത്തോട് ഇത്ര കാര്യം. പിള്ളമാർക്ക് ഇതിനു വേണ്ടി എന്തോ ഇത്ര സംസാരിക്കാനാണ്. ഒരുമിച്ചാണ് 2 എണ്ണം താമസിക്കുന്നത്. ഇന്ന് വന്ന് എന്നെ വല്ലപ്പോഴും കാണാൻ എന്ത് സംസാരിക്കും അതുപോലെ സമയം എന്തോ കാര്യം പറഞ്ഞിട്ടാണോ അത് 2 എണ്ണം. എന്താ പോലോ ഞാൻ വരുന്നില്ല. അവിടെ ഇല്ല, ഞാൻ വരില്ല. ആക്ച്വലി ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണേ. പക്ഷെ ഹൈപ്പർ മാർക്കറ്റുകാർ അല്ല. ഇന്ന് ഒരുപാട് വീഡിയോ എടുത്തത് കൊണ്ട് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഫോണിലാണ് എടുക്കുന്നത്. ആക്ച്വലി ഇവിടെ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാനാണ്. മറ്റന്നാൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പം ഡ്രസ്സ് എടുത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാനായിട്ട്. കൊച്ചിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൻ്റെ അകത്ത് കയറിയോണ്ട് ഉള്ള സമയം അങ്ങ് പോയി. ഇവിടുത്തെ സകലമാന കടകളും അടച്ചു ഡ്രസ്സ് എടുക്കാനുള്ള. അപ്പം എൻ്റെ അനിയത്തി പറഞ്ഞ് നാളെ ഇവിടെ അടുത്ത് സ്റ്റുഡിയോ പോയി എടുക്കണം. നാളെ എങ്ങനെ നടന്നാൽ നാളെ രാവിലെ എനിക്ക് പോകണം. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. ഇനി ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോകും. അത്രയൊക്കെ ഉള്ള വീഡിയോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ എടുത്തിട്ട് വീട്ടിൽ പോകണോണ്ട് കാണിക്കാം. ഇങ്ങനെ ഇവള് വീണിരുന്നെങ്കിൽ അവള് വീഴണം. അവള് വീഴട്ടെ. അവള് കാണരുത്. അവള് വീഴണം. നോക്കാം.
എത്ര ഫോണിൽ ലയിച്ചങ്ങിരിക്കണോ. ആ നീ ഇന്ന് വീഴണോ ഡി? അങ്ങനെ ഫോണിൽ ലയിച്ചങ്ങ് വരികയാണെന്ന്. ഇങ്ങനെ ഒരു ഫോൺ ഭ്രാന്തുണ്ടോ കാവ്യേ? അത്യാവശ്യമായിട്ട് ഭയങ്കര അത്യാവശ്യം തന്നെ നിനക്ക് എന്തായാലും. ഇവിടുത്തെ സകലമാന കടകളും അടച്ചവര് വീട്ടിലും പോയി. ഒരവസ്ഥ നോക്കണേ, അവസ്ഥ. എല്ലാ കടകളും അടച്ചു. ഇനി ഇവിടെ തിന്നാൻ പോവേണ്ട. തിന്നാൻ പോണടുത്ത് എല്ലാം അടച്ചെന്ന് തോന്നുന്നു. സകലമാന അടച്ചു. സമയം ഇപ്പോൾ 11:30. ലുലു മോളും അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ലുലു മോൾ അടച്ചിട്ടാണ് ഇറങ്ങുന്നത്. നല്ല മഴ. ഞാൻ വന്നപ്പോൾ പറയുകയും ചെയ്ത് എന്റെ ഭാഗ്യം കൊണ്ട് ഇവിടെ മഴ പെയ്യുന്നില്ല. എന്റെ പക്ഷേ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെയുള്ള വീഡിയോ. ബൈ.